ഹായ് ഓൾ, എഡ്സിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരു മിഡ് ടൈം സ്നാക്ക് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതായത് ഒരു സ്നാക്ക് കോമ്പിനേഷൻ. അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കാണിക്കുന്ന ഒരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് നല്ല വീറ്റ് ബ്രെഡൊക്കെ കിട്ടുകയാണെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഓർഡിനറി ആണ് എടുത്തിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു അവക്കാഡോ ഉണ്ടല്ലോ, ഈ ബട്ടർ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒരു രണ്ട് മൂന്ന് സ്കൂപ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്യാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മാഷ് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീം നമുക്കിനി ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബട്ടറും പീനട്ട് ബട്ടറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 കളറ് ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. ആണ് നിങ്ങളുടെ അടുത്തുള്ള എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി, ക്യൂക്കമ്പർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൽ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചിക്കൻ അത് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ മതി ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് ചീസ്, മൊസറല്ല ചീസാണ്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ചീസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചീസ് സ്ലൈസ് ഉണ്ടല്ലോ, മൊസറല്ല ഒന്നും അല്ലാത്ത, അതാണെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ബ്രെഡ് അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് മേക്കറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ചെയ്താലും മതി. അല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 2 സൈഡും നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. കൂടെ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാനൊരു കാടമുട്ട കൂടെ പൊരിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകും ഉപ്പുപൊടിയും നമുക്ക് വിതറി കൊടുക്കാം. സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് സാൻഡ്വിച്ചും